കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രദർ അസംബ്ലി മസ്കറ്റ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗങ്ങളിൽ ഒരു പങ്കുവഹിപ്പാൻ അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് സർവമഹത്വം ഞാൻ അർപ്പിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന സ്ഥലം സഭയ്ക്കും അവിടെയുള്ള എല്ലാ ദൈവജനത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ആരംഭത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഏതാണ്ട് 11 വർഷങ്ങൾക്ക് മുമ്പ് സീബ് ബ്രദർ അസംബ്ലി ക്രമീകരിച്ച മീറ്റിങ്ങുകളിൽ, വിശേഷാൽ ഇതുപോലെ നടന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാനും ഇവിടെയുള്ള സ്ഥലം സഭകളൊക്കെ വിസിറ്റ് ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനും ദൈവം ഒരവസരം തന്നു. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ഈ ഒമാൻ്റെ പ്രദേശത്തേക്ക് കടന്നു വന്ന് നിങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന ഈ അവസരത്തിന് ദൈവസന്നിധിയിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. കർത്താവിന് സർവ്വവിധ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. പ്രിയ സഹോദരി സഹോദരന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അവർ എൻ്റെ ഒരു വിചാരത്തിൽ കുറേ നാളുകളായിട്ട് അവർ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിന് ഇന്ന് നമുക്ക് ഫലം കാണാൻ ഇടയായി തീർന്നു. പാടിയ, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന 2 ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി പാടുവാൻ, നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഏത് മനോഭാവത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ വിലപ്പെട്ട, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ ക്രിയ ചെയ്യേണ്ടതിന് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ താഴ്ത്തി വിനയപ്പെടുത്തി നമ്മളായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനം കേൾക്കാത്ത, സുവിശേഷം കേൾക്കാത്ത, അനുസരിക്കാത്ത ആളുകളല്ല എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ സുവിശേഷത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്? ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അന്നെന്ന പോലെ ഇന്നും ക്രിയ ചെയ്യണം, ക്രിയ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ വിനയാന്വിതരായിട്ട് ദൈവസന്നിധിയിൽ നമ്മളായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വരുന്ന നാളുകളിൽ നിലനിൽക്കാൻ ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു വാക്കുകൂടെ പ്രാരംഭത്തിൽ പറഞ്ഞ് തുടർന്ന് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെയുള്ള സ്ഥലം സഭകൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഈ ബലഹീനാവസ്ഥയിലും കർത്താവ് എനിക്ക് ഇടയാക്കുന്നു. അതൊക്കെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മീറ്റിങ്ങുകളിലും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ വേണ്ടതായ ദൈവകൃപ എനിക്ക് ലഭിക്കേണ്ടതിനും കേൾക്കുന്ന നിങ്ങൾക്കും ദൈവകൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം.
കർത്താവ് നമ്മൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ 2-3 ദിവസങ്ങളിൽ, ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ദൈവഹിതമായാൽ ദൈവിക സന്ദർശനങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ്സ് വിസിറ്റേഷൻ, ദൈവിക സന്ദർശനങ്ങൾ, ഈ വിഷയത്തെ ആധാരമായിട്ടായിരിക്കും ദൈവം അനുവദിച്ചാൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിന് ഉപോത്ബലകമായിട്ട് ദൈവവചനത്തിൽ നിന്നും പ്രാരംഭമായിട്ട് നമുക്ക് ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. അനേക വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സഹോദരൻ ദൈവത്തിൻ്റെ വചനം വായിച്ച് കേൾപ്പിക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ സഹോദരൻ അതിനായിട്ട് നിയുക്തനായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരൻ ആ വാക്യങ്ങൾ നമ്മളെ വായിച്ച് കേൾപ്പിക്കും. അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനങ്ങളിലൂടെ നിങ്ങളുടെ ദൃഷ്ടി പായിക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാമത്തെ വാക്യം. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. മതി. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സെഖറിയാവ് പറഞ്ഞ വാക്കുകളാണ്. ഇൻവെർട്ടഡ് കോമ ആരംഭിക്കുന്നത് 68-ാമത്തെ വാക്യത്തിലാണ്. അത് അവസാനിക്കുന്നത് 79-ാമത്തെ വാക്യത്തിൽ. അതുകൊണ്ട് ഈ വാക്യങ്ങളെല്ലാം തന്നെ വളരെ വിലപ്പെട്ടതാണ്. പക്ഷെങ്കിൽ നമ്മളുടെ സന്ദേശം ഈ ഒരു തലക്കെട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ വാക്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നില്ല. 79-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യം വളരെ മനോഹരമായ ഒരു വാക്യമാണ്. ഈ വാക്യം എൻ്റെ മനസ്സിൽ അനേക വർഷങ്ങളായിട്ട് പുത്തൻ ചിന്തകൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് എൻ്റെ മനസ്സിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലും നമുക്ക് അത് പുതിയ ചിന്തകളായിട്ട് തന്നെ ദൈവവചനത്തിലെ ചരിത്ര സത്യങ്ങളെല്ലാം അത് നമുക്ക് വളരെ സുപരിചിതമാണെങ്കിലും അതിലൂടെ പുതിയ സന്ദേശങ്ങൾ, പുതിയ ആലോചനകൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ഉദയം, ആ വാക്ക് വളരെ വിലപ്പെട്ടതാണ്. ഉദയം എന്നുള്ളതിന് ഡേ സ്പ്രിംഗ് എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഡേ സ്പ്രിങ്ങിന് ഫോസ്ഫോറസ് എന്നുള്ള ഒരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകാശവാഹി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഇതേ വാക്ക് തന്നെ പല ആവർത്തി പുതിയ നിയമത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദയ നക്ഷത്രം എന്ന് അതിന് ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വെള്ളി നക്ഷത്രം, ശുക്ര നക്ഷത്രം എന്നൊക്കെ നമുക്കതിനെ പരിഭാഷപ്പെടുത്തി ചിന്തിക്കാനായിട്ട് സാധിക്കും. പത്രോസിന്റെ വാക്യം വായിക്കേണ്ട, കുറിച്ചെടുക്കുന്നവർക്ക് കുറിച്ചെടുക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 22:16 അവിടെയും ഒരു പ്രഭാത നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉദയത്തിനായിട്ട്, ഒരു നക്ഷത്രത്തിന്റെ വെളിപ്പാടിനായിട്ട് അനേക ആണ്ടുകളായിട്ട് ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ ഇസ്രായേൽ ജനം കാത്തിരുന്നത് ഒരു ഉദയ നക്ഷത്രത്തിന് വേണ്ടിയല്ല, ഒരു ഉദയത്തിന് വേണ്ടിയല്ല, മറിച്ച് ഒരു നീതി സൂര്യന്റെ വെളിപ്പാടിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ ഉദയം, പ്രഭാത നക്ഷത്രം എന്നുള്ള ആ പദപ്രയോഗം ഏറ്റവും കൂടുതൽ യോജിച്ചിരിക്കുന്നത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ, ജഡാവതാരണത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഉദയം എന്നുള്ളത്.
അപ്പോൾ ഉദയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ എന്താണ് ഈ സന്ദർശനങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സന്ദർശനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ 1-ാം അധ്യായത്തിലെ സംഭവ ചരിത്രങ്ങളെല്ലാം തന്നെ യഥാർത്ഥ ചരിത്രങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കേവലം കഥകളല്ല, ഇത് ചരിത്രമാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം, ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. ഹി വാസ് എ ഫിസിഷ്യൻ. അദ്ദേഹത്തിന് നല്ല ബുദ്ധിവൈഭവവും അദ്ദേഹത്തിന് കൊടുത്ത ആ ബുദ്ധി നല്ലവണ്ണം ഉപയോഗിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ പ്രാധാന്യം ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 1-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഞാൻ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് താൻ ഇങ്ങനെ ഒരു ചരിത്രം എഴുതുന്നത്. ലൂക്കോസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ വളരെ വാചാലതയാണ്. കാരണം ദൈവവചനത്തിൽ അനേകം യഹൂദന്മാരെ, ഏതാണ്ട് 99.99% എന്ന് വേണമെങ്കിലും പറയാം, അതിന്റെ ആവശ്യമില്ല, 99% എന്ന് പറഞ്ഞാൽ മതി, എല്ലാവരെയും എഴുതുവാനായിട്ട് രേഖപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചത് യഹൂദന്മാരെയാണ്. എന്നാൽ ഒരേ ഒരു ജാതീയനായിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം കണ്ടുപിടിച്ച് ദൈവവചനം രേഖയാക്കാനായിട്ട് ഉപയോഗിച്ചത് ഈ വൈദ്യനെയാണ്, ഈ ലൂക്കോസിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെ അറിയാം ഇദ്ദേഹം ഒരു ജാതീയനായിരുന്നു എന്ന്, യഹൂദൻ അല്ലായിരുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരുപാട് വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, അക്കൽദാമ എന്ന് അവരുടെ ഭാഷയിൽ. ആ ഒരു പദപ്രയോഗം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അക്കൽദാമ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഭാഷയിലാണ്, ഇദ്ദേഹത്തിന്റെ ഭാഷയല്ല. അപ്പോൾ ഇദ്ദേഹം ഒരു ജാതീയനാണ്. അങ്ങനെ അനേകം വാക്യങ്ങളിൽ അദ്ദേഹം ഒരു ജാതീയനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇദ്ദേഹം കർത്താവിനെ അറിഞ്ഞത് എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇദ്ദേഹം ഒരു അന്ത്യോക്യക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ത്രോവാസിലുള്ള ആളായിരുന്നു എന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ അന്ത്യോക്യക്കാരനായിരുന്നിരിക്കണം. പക്ഷേ അദ്ദേഹം വൈദ്യനായിരുന്നത് കൊണ്ട് തൻ്റെ വൈദ്യവൃത്തി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത് ഒരു പക്ഷെങ്കിൽ ത്രോവാസിലായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 1-ാമത്തെ മിഷണറി യാത്രയിൽ താൻ ത്രോവാസിൽ ചെന്നപ്പോൾ ഈ ലൂക്കോസിനെ താൻ കാണുകയും അന്ന് തുടങ്ങിയ ആത്മീയ സൗഹൃദ കൂട്ടായ്മ ബന്ധം തൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇനിയും ഈ ലൂക്കോസിനെ കുറിച്ച് പിന്നെയും നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുകയും താൻ സാക്ഷാൽ ഇണയാളി എന്ന് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഈ ലൂക്കോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും മാത്രമല്ലാതെ ചില പരാമർശങ്ങൾ ഈ ലൂക്കോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിലിപ്പി സഭയിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വിശ്വസ്തയോടെ ഒരു ശുശ്രൂഷകനായിട്ട് ഏൽപ്പിക്കാൻ തൻ്റെ മുന്നിൽ കണ്ടത് ഈ ലൂക്കോസിനെ തന്നെയാണ്. അപ്പോൾ താൻ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു എന്ന് മാത്രമല്ല, പൗലോസിൽ നിന്ന് ദൈവവചനം ഉൾക്കൊള്ളുകയും ദൈവത്തിൽ നിന്ന് ആത്മീക യാഥാർത്ഥ്യങ്ങളും വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ താൻ ശുശ്രൂഷയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് റോമിലെ കാരാഗൃഹത്തിൽ പോലും ഈ ലൂക്കോസ് പൗലോസിനോടൊപ്പം അവിടെ തടവുകാരനായിട്ട് ഇരിക്കുകയാണ്. എന്തിനാണ് താൻ അവിടെ തടവുകാരനായിട്ട് പോയത്? ഞാൻ മനസ്സിലാക്കുന്നത്, താൻ
ലൂക്കോസിന്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം എഴുതിയതിന് ശേഷം, അല്ലെങ്കിൽ ആ ചരിത്രം താൻ രേഖപ്പെടുത്തിയതിന് ശേഷം, ഇനി ദൈവസഭയുടെ ഒരു ചരിത്രം രേഖപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു. ദൈവസഭയുടെ ആരംഭം, അതിന്റെ തുടർച്ച, അപ്പോസ്തലനായ പൗലോസിന്റെ 1, 2, 3 മിഷണറി യാത്രകൾ, തുടർന്ന് റോമിലേക്കുള്ള യാത്ര, ഇതെല്ലാം തനിക്ക് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് രേഖപ്പെടുത്തണമായിരുന്നു. ഒന്നാമത് താൻ ഒരു ഫിസിഷ്യനായിരുന്നു, രണ്ടാമത് താൻ ഒരു പാസ്റ്ററായി തീർന്നു, ഒരു ഇടയനായി തീർന്നു, മൂന്നാമതായിട്ട് താൻ ഒരു തടവുകാരനായി, ഒരു പ്രിസണറായി കഷ്ടമനുഭവിക്കാൻ തയ്യാറായി, ഏറ്റവും ഒടുവിലിതാ താൻ ഒരു പെൻമാനായി മാറുകയാണ്, ഒരു ചരിത്രകാരനായിട്ട് മാറുകയാണ്. സുവിശേഷങ്ങൾ, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷവും ചരിത്രങ്ങൾ, ഒരു ചരിത്രം മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ, അത് അപ്പോസ്തല പ്രവൃത്തിയാണ്. അതും രേഖപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉപയോഗിച്ചത് ലൂക്കോസിനെയാണ്. ഒരു സത്യം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേവലം നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച്, കർത്താവിനെ ആരാധിച്ച്, കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി നാം ഏതൊരു തൊഴിലിലായിക്കൊള്ളട്ടെ, നാം ഏതൊരു ഔദ്യോഗിക വൃന്ദങ്ങളിലായിക്കൊള്ളട്ടെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ലൂക്കോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് നമുക്ക് നല്ലൊരു മാതൃകയായിട്ടിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ അന്തസത്ത വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയാണ് താൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും ആ രീതിയിൽ നമ്മൾ പഠിക്കണം. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സന്ദർശനം എവിടെ ആരംഭിച്ചോ അവിടെ നിന്ന് തന്നെ താൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം, ആ ജഡാവതാരത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ നാം ലാഘവ ബുദ്ധിയോടെ എടുക്കാനായിട്ട് പാടില്ല. പലപ്പോഴും ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ 2 വ്യക്തികളോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 മറിയയോട് പറയുന്നു, 2 സക്കറിയാവിനോട് പറയുന്നു. 2 പേരോടും പറയുകയാണ്, ഇതാ ദൈവിക സന്ദർശനം അടുത്തു വരാനായിട്ട് പോവുകയാണ്. മറിയോട് പറയുന്നു, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കാനായിട്ട് പോവുകയാണ്, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പോവുകയാണ്. സക്കറിയാവിനോട് പറയുന്നു, നിനക്ക് ഒരു സന്തതി ജനിക്കാനായിട്ട് പോകുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നു. 2 പേർക്കും അവിശ്വസനീയമായിട്ട് തോന്നി. 2 പേരും ഒരേപോലെ അവിശ്വസിച്ചു. മറിയ പറയുകയാണ്, പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും? സക്കറിയാവും അതേപോലെ തന്നെയല്ലേ പറയുന്നത്. പക്ഷേ 2 പേരും ഒരേപോലത്തെ വാർത്തയാണ് കേട്ടതെങ്കിലും, 2 പേരും ഒരേപോലെയാണ് സ്വീകരിച്ചതെങ്കിലും, 2 പേരും ഒരേപോലെയാണ് അവിശ്വസിച്ചതെങ്കിലും, ആർക്കേ ദൈവം ശിക്ഷ കൊടുത്തുള്ളൂ? പറഞ്ഞോ കേട്ടോ, ഉത്തരം പറയുന്നതിന് കുഴപ്പമില്ല. ദൈവിക സന്ദർശനമാണ്, ആർക്കേ ദൈവം ശിക്ഷ കൊടുത്തുള്ളൂ? സക്കറിയാവിന് മാത്രമേ ശിക്ഷ കൊടുത്തുള്ളൂ. എന്താ മറിയയ്ക്ക് ശിക്ഷ കൊടുക്കാഞ്ഞേ? എന്തായിരുന്നു അതിന്റെ കാരണം? ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാധ്യത ഇത് മാത്രമേ ഉള്ളൂ. സക്കറിയാവ് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറിയയ്ക്കും അതുപോലെ തന്നെ ദൈവവചനം പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അതിൽ വ്യത്യസ്തതയുണ്ട്. ഈ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ച ഒരു ചരിത്രം തിരുവെഴുത്തിൽ ഇല്ല, തിരുവെഴുത്തിലില്ല. പക്ഷെങ്കിൽ സക്കറിയാവ് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അവരുടെ വല്യപ്പച്ചൻ അബ്രഹാം, അദ്ദേഹം എത്ര വയസ്സ് എന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനും കിട്ടിയില്ലേ ഒരു കുഞ്ഞ്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ, ദൈവവചനത്തോട് നമ്മൾ ഒന്ന് മല്ലടിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ, രേഖപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവിശ്വസിക്കാനുള്ള സാധ്യത ദൈവജനമായിരിക്കുന്ന നമുക്കുണ്ട്, നമുക്ക് സാധിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട്
ഇത് എഴുതിയിരിക്കുന്നു. അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ, അവർക്ക് വന്നത് നിങ്ങൾക്ക് വരാതിരിക്കുവാൻ, അവർ പരീക്ഷയിൽ അകപ്പെട്ടത് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അത് ഏറ്റെടുക്കുമ്പോൾ, അതേപോലെ ഒരു കാര്യം ദൈവത്തിന്റെ വചനം എന്നോട് പറയുമ്പോൾ ഞാൻ അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എന്റെ ശിക്ഷാവിധിയെ മാറ്റുകയോ ഞാൻ വിളിച്ചു വരുത്തുകയോ ചെയ്യുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളും മറക്കരുത്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ അധികം പേര് ആരാകരുത്? ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അത് മാത്രവുമല്ല, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് നാം നമ്മെ തന്നെ ചതിക്കാതെ, നാം നമ്മെ തന്നെ ഡിസീവ് ചെയ്യാതെ, വഞ്ചിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിത് ധാരാളം കേട്ടതാണ്, ഞാനിത് അറിഞ്ഞതാണ്, അത് എനിക്കുള്ളതല്ല, അത് മറ്റാർക്കോ ഉള്ളതാണ് എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ഞാൻ നിങ്ങളും പറയാറുണ്ട്. പണ്ട് കേരളത്തിൽ ആരോ പറഞ്ഞെന്നാ കേൾക്കുന്നത്, എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഈ കൊരിന്ത്യ ലേഖനം കോഴഞ്ചേരിക്കാരന് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യ ലേഖനം നമുക്കെന്താ കാര്യം എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. റോമാലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് ആവർത്തിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്, നമ്മളുടെ മടങ്ങിവരവിന് വേണ്ടിയാണ്, ദൈവിക സന്ദർശനങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. ഇനിയും അത് മാത്രവുമല്ല, 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങൾ പോലും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനാണ് എഴുതിയിരിക്കുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളും തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തിട്ടും ദൈവം നമ്മളോട് കണക്ക് ചോദിക്കാത്തപ്പോൾ, ദൈവം നമ്മളെ ശിക്ഷിക്കാത്തപ്പോൾ ഞാനും നിങ്ങളും പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവം അതൊക്കെ അങ്ങ് ക്ഷമിക്കുമെന്നേ. കാരണം എന്താ? ദൈവം കൃപയുള്ളവനാണ്. മറിച്ച് മറ്റൊരു വാക്കുകൂടെ പറയും, ഇത് ഏത് യുഗമാണ്? കൃപായുഗമാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കും. പക്ഷെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കാലങ്ങൾ നീളുകയില്ല. ഒരു പക്ഷെങ്കിൽ ആ കാലം ഏറെ മുമ്പോട്ട് പോകത്തില്ല. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവിക സന്ദർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ദൈവിക സന്ദർശനത്തിന്റെ ചില പ്രത്യേകതകൾ, ഒരു 4 കാര്യം നമുക്ക് വായിച്ചൊന്ന് കേൾക്കാം ദൈവവചനത്തിൽ നിന്നും. ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചത് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ്. ആ ആർദ്ര കരുണയാൽ ഒരു ഉദയം എവിടെ നിന്ന് നമ്മളെ സന്ദർശിച്ചു? ഉദയം നമ്മെ എവിടെ നിന്നാ സന്ദർശിച്ചിരിക്കുന്നത്? ഉയരത്തിൽ നിന്നാണ് ഒരു ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ തന്റെ ജഡാവതാരത്തോടുള്ള ബന്ധത്തിൽ തന്റെ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന് പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിട്ട് ഇതാ ഒടുവിൽ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അരുളപ്പാടുകളെല്ലാം തന്നെ ദൈവിക സന്ദർശനങ്ങളായിരുന്നു. ദൈവവചനത്തിലെ എല്ലാ വാക്യങ്ങളും ദൈവജനത്തിനുള്ള സന്ദർശനമാണ് എന്ന് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 7:16 7-ാം അധ്യായത്തിലേക്കൊക്കെ പിന്നെ നമ്മൾ വരുന്നതായിരിക്കും. 7:16 അവിടെയും ഒരു പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തിരിക്കുന്നു? സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സന്ദർശനം ആരംഭിച്ചു, ഇന്നും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സന്ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം സന്ദർശിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം നമുക്കുണ്ടായിരിക്കും. ദൈവിക സന്ദർശനങ്ങൾക്ക് വില കൽപ്പിച്ചാൽ, അത് നമ്മൾ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. അമ്മയ്ക്ക് ഏകജാതനായിരിക്കുന്ന ഒരു മകൻ, നഷ്ടപ്പെട്ടു പോയ മകൻ, മാറത്തടിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് അവർ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ എതിരേറ്റു പോവുകയാണ്. ആ എതിരേൽക്കുന്ന കൂട്ടത്തിൽ ഇതാ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുക. അതും ലൂക്കോസാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ ജനത്തെ എതിരേൽക്കുക, സന്ദർശിക്കാനായിട്ട് വരികയാണ്. അവർ ആ ദൈവപുത്രനെ സന്ദർശിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവപുത്രൻ അവരെ സന്ദർശിച്ചതുകൊണ്ട് ആ അമ്മയ്ക്ക് ഒരു മകനെ തിരികെ കിട്ടി എന്നുള്ളതാണ്. ജീവൻ തിരികെ കിട്ടുകയാണ്. ഇവിടെ എല്ലാം അതിന്റെ അർത്ഥം ദൈവിക സന്ദർശനങ്ങൾ നമുക്ക് ജീവൻ നൽകുന്നതാണ്.
നമുക്ക് പ്രാണൻ, ജീവരക്ഷ നമുക്ക് നൽകുന്നതാണ്. ഇനി ഒരു വാക്യം കൂടെ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 43-ാമത്തെ വാക്യം. അത് വളരെ പ്രയോജനപ്രദമായ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു വാക്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ, ലൂക്കോസ് 19:43. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി. മതി, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്. മറക്കരുത്. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് കേൾക്കുമ്പോൾ, ആവർത്തിച്ച് അറിയിക്കപ്പെടുമ്പോൾ ഈ ഒരു സത്യം ഞാൻ നിങ്ങളും മറന്നു പോകരുത്. നിന്റെ സന്ദർശനകാലം നീ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല. എനിക്കിത് വളരെ ഭയത്തോടെയാണ് ഞാനിത് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെ വളരെ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ, പ്രാഗൽഭ്യത്തോടുകൂടെ എനിക്കത് പറയാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പറയാനായിട്ട് ഇടയായി തീരണം. ദൈവം കാലാകാലങ്ങളിലായിട്ട് നമ്മളെ സന്ദർശിക്കും. നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ മാത്രമല്ല ദൈവിക സന്ദർശനങ്ങൾ, നമ്മളെ പല കാര്യങ്ങളിലേക്ക് നമ്മളെ വിളിക്കുവാൻ, നമ്മളെ വേർതിരിക്കുവാൻ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സന്ദർശിക്കും. പക്ഷെങ്കിൽ ദൈവവചനം പറയുന്നു, നിന്റെ സന്ദർശനകാലം നീ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സന്ദർശിച്ച ദിവസങ്ങളുണ്ട്, ദൈവം നിന്നോട് സന്ദർശിച്ച അല്ലെങ്കിൽ ദൈവം നിന്നോട് അരുളി ചെയ്ത ദിവസങ്ങളുണ്ട്. അത് പലപ്പോഴും ഒരു പക്ഷെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അന്നെല്ലാം ആ ദൈവവചനത്തെ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇത് എനിക്കുള്ളതല്ല, ഇത് എന്നോടുള്ള അരുളപ്പാടല്ല എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവജനമാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവരാണെങ്കിൽ, കർത്താവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെയും പിന്നെയും ദൈവം നമ്മളെ സന്ദർശിച്ചു കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ചില ആഗ്രഹങ്ങൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്രയോ വചനങ്ങൾ, എത്രയോ പ്രാവശ്യം സുവിശേഷ സന്ദേശങ്ങളിലൂടെ, അല്ലെങ്കിൽ സഭയിലെ ശുശ്രൂഷകളിലൂടെ, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ, അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ ഒരു കൊള്ളിമീൻ വരാറുണ്ട്, ഉള്ളിൽ ഒരു തിടുക്കം വരാറുണ്ട്. പക്ഷേ നിമിഷ നേരം കൊണ്ട് നമ്മളത് മറന്നു പോകാറുണ്ട്. എന്താ കാരണം? ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിലെ നമ്മളുടെ ചിന്തകളായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നമ്മളുടെ ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കാം. അങ്ങനെ ഏതുമായിക്കൊള്ളട്ടെ, എന്നാൽ ഇന്നു രാത്രി ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവിക സന്ദർശനം നിങ്ങൾക്കുള്ളതാണെങ്കിൽ, നമുക്കുള്ളതാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമ്മളോട് ഇടപെടുന്ന ഒരു ദിവസമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ പദ്ധതിയിലെ ആളുകളാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനം ദൈവത്തിന്റെ പദ്ധതിയിലെ ആളുകളാണ്. ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാതെ, ദൈവത്തിന്റെ മനസ്സു തിരിച്ചറിയാതെ, ദൈവത്തിന്റെ ആഗ്രഹം തിരിച്ചറിയാതെ ഞാനും നിങ്ങളും മുന്നോട്ട് യാത്ര ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ഇടപെടാതിരിക്കുകയില്ല. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലൂക്കോസ് പറയുകയാണ്, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട്. യെരൂശലേമിനോട് പറയുന്ന കാര്യമാ. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ശത്രുക്കൾ നിന്റെ നേരെ വാടകോരി നീ ഓരോന്നായിട്ട് എണ്ണി നീ കണക്ക് പറയേണ്ടതായിട്ട് വരും. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ ഇത് സുവിശേഷം ദൈവസഭകളോട് പ്രസംഗിക്കുന്നത്? എന്തിനാ സുവിശേഷം ദൈവജനത്തിനോട് പ്രസംഗിക്കുന്നത്? പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇപ്പോൾ അത് എടുക്കേണ്ട 4-ാം അധ്യായത്തിലാണ്. ന്യായവിധി എവിടെ ആരംഭിപ്പാൻ സമയമായി? ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഏതാണ് ആ ദൈവഗൃഹം? ദൈവഗൃഹത്തെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ. അതൊരു പക്ഷെങ്കിൽ സമാഗമന കൂടാരമായിരിക്കാം, അത് ഒരു പക്ഷെങ്കിൽ ആ പഴയ നിയമത്തിലെ ആലയത്തെ കുറിച്ചായിരിക്കാം, ഒന്നും വേണ്ട, അത് യഹൂദന്മാരെ കുറിച്ചായിരിക്കാം, യഹൂദന്മാരോടുള്ള ബന്ധത്തിലായിരിക്കാം. പത്രോസ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. തുടർന്ന് വായിക്കുന്നത്, അത് എവിടെ തുടങ്ങിയാൽ? നമ്മിൽ തുടങ്ങിയാൽ. അത് നമ്മിൽ തുടങ്ങിയാൽ. ആരായി നമ്മൾ?
യഹൂദനും യവനനും ചേർന്ന് ദൈവസഭ. പത്രോസ് പറയുക അത് നമ്മിൽ തുടങ്ങിയാൽ. പത്രോസ് ആർക്കാണ് ലേഖനം എഴുതുന്നത്? റോമിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് ഒരു പക്ഷെങ്കിൽ ആ ലേഖനം എഴുതുന്നതെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ന്യായവിധി ദൈവഗൃഹത്തിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ആരംഭിപ്പാൻ സമയമായി. പക്ഷേ പത്രോസ് പറയുക അത് നമ്മിൽ തുടങ്ങിയാൽ, ദൈവസഭയിൽ തുടങ്ങിയാൽ, ദൈവജനത്തിന്റെ മധ്യേ തുടങ്ങിയാൽ അഭക്തന്റെയും പറഞ്ഞു പാപിയുടെയും ഗതി എന്താകും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. ന്യായവിധി എന്ന് പറയുമ്പോൾ, ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ ഈ നരകം എന്നുള്ളത് മാത്രം എടുക്കാതിരുന്നാൽ മതി. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമ്മൾക്ക് പല സന്തോഷത്തിന് വക നൽകുന്ന അനേക വാക്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് തുടങ്ങി എത്രയോ വാക്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ നമുക്ക് ഇടയായി തീരണം പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവിക സന്ദർശനം നമ്മൾ അറിയണം. ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ഞാനിവിടെ നിൽക്കുന്നത് അച്ചാനക്കായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതൊന്നും അല്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ വരണമെന്നുള്ളത്, നിങ്ങൾ ഇവിടെ ദൈവവചനം കേൾക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇത് മീഡിയയിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ ഒരാൾ കേൾക്കണമെന്നുള്ളത്, അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും അടിയനിതാ എന്ന് പറയാതെ ദൈവം തന്റെ വാ തുറക്കത്തില്ല. അടിയൻ ഇതാ എന്ന് പറയുന്നവരോട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാൻ കർത്താവ് തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ സന്ദർശനകാലം നമ്മളുടെ നേരെ വരുമ്പോൾ ഞാനും നിങ്ങളും പ്രതികരിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും അടുത്ത ഒരു വാക്യം കൂടെ ഉണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലാണ്, നിന്റെ സന്ദർശന ദിവസത്തിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? വായിച്ചു. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് മതി. സന്ദർശന ദിവസത്തിൽ നീ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സന്ദർശനകാലം എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും മുൻപിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവം നമ്മളെ സന്ദർശിക്കുമ്പോൾ, ഒരുപക്ഷെങ്കിൽ ദൈവദാസനിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോഴായിരിക്കാം, ദൈവം നമ്മളെ സന്ദർശിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും. ഈ വചനം എനിക്കുള്ളതാണെന്ന് ഏറ്റെടുത്ത് ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാനാണ് ദൈവത്തിന്റെ സന്ദർശനങ്ങൾ. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ 78 മുതലുള്ള വാക്യം, 78ഉം 79ഉം വാക്യങ്ങളിലൂടെ നമ്മളൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഏതാണ്ട് ഒരു 3-4 കാരണങ്ങൾ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ഈ സന്ദർശനം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് ഈ സന്ദർശനം? ഇവിടെ പ്രത്യേകിച്ചുള്ള പറയുന്നത് ആർക്കാണ് ആ സന്ദർശനം? 78-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്കാണ് എന്ത്? സന്ദർശനമുള്ളത്. ഇരുള്, അന്ധകാരം, അത് പാപത്തെ കുറിക്കുകയാണ്. മരണ നിഴല് എന്ന് പറയുമ്പോൾ പാപത്തിന്റെ പരിണിത ഫലത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ പാപത്തിലും പാപത്തിന്റെ പരിണിത ഫലത്തിലും ഇരിക്കുന്നവർക്ക് ദൈവീക സന്ദർശനം ആവശ്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന, ആദ്യമായിട്ട് ഒരു പക്ഷെങ്കിൽ സുവിശേഷം കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപികളാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇരുളിലാണ്, നിങ്ങൾ അന്ധകാരത്തിലാണ്. നമ്മളെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ അല്ലെങ്കിൽ നമ്മൾ എന്നോ ഒരിക്കൽ സുവിശേഷം കേട്ടവരാണ്. നമ്മൾ ആ സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ നമ്മളായിരുന്ന അവസ്ഥ അന്ധകാരത്തിന്റെ അവസ്ഥയാണ്.
അത് പാപത്തിന്റെ അവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ സന്ദർശിച്ച ഒരു ദിവസമുണ്ട്. പാട്ടുകാരൻ പാടുന്നുണ്ട്, ആ ദിവസം എത്രയോ ഭാഗ്യമുള്ള ഒരു നാളായിരുന്നു. എനിക്കറിയാം, എന്റെ ജീവിതത്തിലേക്കൊന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1992 സെപ്റ്റംബർ മാസം 16-ാം തീയതി ഒരു ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 മണിക്ക് ഒരു ദൈവദാസൻ എന്നോട് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ എന്റെ 19-ാമത്തെ വയസ്സിൽ ആ ദൈവദാസന്റെ മുന്നിൽ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ഞാൻ അംഗീകരിച്ചു, ഞാനൊരു പാപിയാണ്, ഞാൻ ഇരുളിലിരുന്ന ഒരു മനുഷ്യനാണ്, ഇരുളിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ടിടയായി തീർന്നു. അന്ന് ദൈവത്തിന്റെ സന്ദർശനം എന്നോടുള്ള ബന്ധത്തിൽ ആരംഭിക്കാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങളുടെ മനോമുകുരങ്ങൾ ഒന്ന് പുറകോട്ട് പായിച്ചേ. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളോട് സുവിശേഷം പറഞ്ഞ ദൈവദാസൻ, നിങ്ങൾ സുവിശേഷം കേട്ട ആ ഒരു നിമിഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരവസരം നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സന്ദർശന ദിവസം ഇന്നാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവത്തിന്റെ സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ നിങ്ങൾ ഇത് തിരിച്ചറിയാതെ പോകരുത്. നിങ്ങളുടെ സന്ദർശന ദിവസമാണിത്, നിങ്ങളത് അംഗീകരിക്കാതെ പോകരുത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്കാണ് ഈ ദൈവീക സന്ദർശനം എന്ന് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, ദൈവത്തിന്റെ മക്കളായിരിക്കാം, പക്ഷെങ്കിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഈ പാപത്തിലാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നമ്മിൽ പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപത്തിന്റെ ലാഞ്ചന ഒരു പക്ഷെങ്കിൽ ആ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവർത്തിച്ചു വരാം. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ പാപം കടന്നു വരാം. ഈ മരണ നിഴൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാം, യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവിക സന്ദർശനങ്ങൾ, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, എന്തിനാണ് ഈ സന്ദർശനം? എന്തിനാണ് ഈ സന്ദർശനം? അടുത്ത വാക്യം ഇങ്ങനെയാണ്, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് തന്നെ. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ, 1-ാം അധ്യായത്തിന്റെ 78-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്. സമാധാനമില്ലാതെ അലയുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഇന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ സമാധാനം ആവോളം ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ല. എന്താണ്? ആ ഇരുളിലും ആ മരണ നിഴലിലും കഴിഞ്ഞിരുന്ന ആ അവസ്ഥയുടെ റിഫ്ലക്ഷൻ ഒരു പക്ഷെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞതുകൊണ്ട്, മനസ്സും മനസാക്ഷിയും മരവിച്ചതുകൊണ്ട്, ദൈവവചനത്തിന് വേണ്ട വില ഞാനും നിങ്ങളും കൽപ്പിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഈ ഇരുളിന്റെ ആ മരണ നിഴലിലൂടെ ഒരു പക്ഷെങ്കിൽ ദൈവജനം യാത്ര ചെയ്യുന്നു എങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് തിരിച്ചറിയണേ പ്രിയമുള്ളവരെ, ഞാൻ സമാധാന മാർഗത്തിലാണോ നടക്കുന്നത്? എന്റെ കാലടികൾ സമാധാന മാർഗത്തിലാണോ? ഞാൻ സമാധാനത്തോടെയാണോ ജീവിക്കുന്നത്? സങ്കീർത്തനക്കാരൻ ഓരോ ദിവസവും താൻ കിടക്കാൻ നേരത്ത് പറയും, ഞാൻ സമാധാനത്തോടെ, പറഞ്ഞോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. വാസ്തവമായിട്ട് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാമോ, ഞാൻ കിടന്നുറങ്ങുന്നത് സമാധാനത്തോടെയാണോ അതോ ഭീതിജനകമായിട്ടാണോ ഞാൻ കിടന്നുറങ്ങുന്നത്? ഈ ഒരു കിടക്ക, അല്ലെങ്കിൽ ഇന്നു രാത്രി ഞാൻ ഉറങ്ങി നാളെ നേരം വെളുപ്പിക്കുമെന്ന് എന്താ പ്രിയമുള്ളവരെ ഉറപ്പ്? എന്തെങ്കിലും ഉറപ്പുണ്ടോ? മരണം മനുഷ്യനെ ഏത് നിമിഷം വേണമെങ്കിലും അവനെ വിളിച്ചു കൊണ്ടുപോകാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണം ഏത് നിമിഷവും നമ്മളുടെ അടുക്കിലേക്ക് വരാം. ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും. എനിക്ക് ആ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് ഇടയായി തീരും, സാധിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം നമുക്കുണ്ടോ? ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മളുടെ കാലടികൾ സമാധാന മാർഗത്തിൽ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ആ സമാധാന മാർഗത്തിലേക്ക് വരണം. സഖരിയാവ് വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്,
എന്തിനാണെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ഈ ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നത് ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി, അവർക്കൊരു ജീവനും ജീവിതവും ലഭിക്കുന്നതിന് വേണ്ടി ഇതാ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് സഖരിയാവാണ്. സഖരിയാവിന് അത് തിരിച്ചറിയാനിടയായി തീർന്നു. തനിക്ക് ദൈവിക ശിക്ഷയുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ എന്നാലും തനിക്കത് തിരിച്ചറിയാനായിട്ടിടയായി തീർന്നു. അത് തിരിച്ചറിഞ്ഞവർക്കായിട്ട് ദൈവത്തിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങളിലും ഓരോ ദിവസങ്ങളിലും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ഇത് എനിക്കുള്ള ദൈവിക സന്ദർശനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനിയും അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, എന്തുകൊണ്ടായത്, എന്തിനാ ഇത് ദൈവം നമുക്ക് തന്നത് ഈ ഒരു സന്ദർശനം? മറ്റൊരു കാരണവുമില്ല പ്രിയമുള്ളവരെ. നമ്മൾ നരകത്തിലേക്ക് പോവുക. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജനങ്ങൾ, രക്ഷിക്കപ്പെടാത്തവരൊക്കെ പാപത്തിന്റെ പരന്ന പാതയിലൂടെ, അല്ലെങ്കിൽ പാപത്തെ പാലുപോലെ ആസ്വദിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. മനുഷ്യൻ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. അതിന് യാതൊരു സംശയവുമില്ല. ഞാനും ഇന്നും ആ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവിക സന്ദർശനം എന്ന് പറയുന്നത് എന്നോടുള്ള ദൈവത്തിന്റെ ആർദ്ര കരുണയാണ്. ആ ദൈവത്തിന്റെ ആർദ്ര കരുണ എനിക്ക് തിരിച്ചറിയാനായിട്ടിടയായി തീരണം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം, എൻ്റെ കാലുകൾ അത് സമാധാന മാർഗത്തിലാണ്. എൻ്റെ കണ്ണുകൾ താനേ അടഞ്ഞാൽ, അല്ല മറ്റൊരാൾ തിരുമ്മി അടച്ചാൽ, എൻ്റെ കണ്ണുകൾ തുറക്കുന്നത്, എൻ്റെ കണ്ണുകൾ കാണുന്നത് എൻ്റെ പ്രാണപ്രിയനെ ആയിരിക്കും, എൻ്റെ രക്ഷിതാവിനെ ആയിരിക്കും. എത്ര നല്ല പ്രത്യാശയാ പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുക, ലോകം തരുന്നത് പോലെയല്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ പറയും, ഒമാനിൽ വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ, ദോഹയിലേ ഉള്ളു പ്രശ്നം, അല്ലെങ്കിൽ പലസ്തീനിലെ ഉള്ളു പ്രശ്നം, മറ്റു പല രാജ്യങ്ങളില് നമ്മൾ സമാധാനത്തോടെ ഇവിടെ ജീവിക്കുകയാണ് എന്നൊരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ലോകം നമുക്ക് സമാധാനം തരികയില്ല. ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ശാശ്വത സമാധാനമല്ല. കർത്താവ് നമുക്ക് സമാധാനം തന്നാൽ അത് ശാശ്വത സമാധാനമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രിയിൽ ഈ ദൈവിക സമാധാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുക പ്രിയമുള്ളവരെ. ഇത് എനിക്കുള്ള സന്ദേശമാണ്. ഇത് കർത്താവ് എന്നോടാണ് സംസാരിക്കുന്നത്. ഈ ദൈവപുത്രനെ എനിക്കാവശ്യമാണ്, ഈ കർത്താവിനെ എനിക്കാവശ്യമാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കന്യകയുടെ ഉദരത്തിൽ ഉരുവായി 33.5 തിരുവയസ്സു വരെ ഈ ഭൂമിയിൽ ജീവിച്ച് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, ഈ കർത്താവായ യേശുക്രിസ്തു ഒടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇരു കള്ളന്മാരുടെ നടുവിൽ കാൽവരി ക്രൂശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടവനായിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന് ഒടുവിൽ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മരണത്തെ ജയിച്ച് തുങ്കപ്രതാപവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തു എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്റെ ജീവിതം സമാധാനത്തോടെ മുന്നോട്ട് നീങ്ങാനായിട്ടിടയായി തീരും. ആ ദൈവിക സന്ദർശനം എനിക്കുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് രക്ഷയുടെ സുവിശേഷം, അതാണ് ദൈവവചനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഒരു വാക്യം വായിച്ചേ പ്രിയ സഹോദര, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നും ഒരു പ്രത്യേക വാക്യം അതൊന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട്. ആ ഒരു വാക്കാണ് ഇമ്പോർട്ടന്റ്. ഞങ്ങൾ അവന്റെ നക്ഷത്രം എവിടെ കണ്ടു? കിഴക്ക് കണ്ടു. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. കിഴക്ക് എന്ന് പറയുന്നത് അതൊരു ഉദയത്തെയാണ് കാണിക്കുന്നത്. കിഴക്ക് ഒരു ഉദയത്തെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം
ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏഷ്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏഷ്യ എന്ന് പറയുന്നത് ഉദയസൂര്യന്റെ നാടാണ്. എന്നാൽ അസ്തമയ സൂര്യന്റെ നാടെന്ന് പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒമാന്റെ മണ്ണെന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയുടെ ഏതാണ്ട് ഇങ്ങേ അറ്റം കിടക്കുന്ന ഒരു പെനിൻസുലയുടെ ഒരു ഭാഗമാണ്. UAE-യുടെയും യമന്റെയും അതേപോലെ തന്നെ വേറെ ഏതാ അടുത്ത് കിടക്കുന്നേ, സൗദിയുടെയും ഏതാണ്ട് നടുക്ക് കിടക്കുന്ന അറേബ്യൻ ഉൾക്കടലിന്റെ ഏതാണ്ട് തീരത്ത് കിടക്കുന്ന ഏതാണ്ട് ഈ അല്ലെങ്കിൽ ഉദയസൂര്യന്റെ നാടിന്റെ ഏതാണ്ട് ഒരറ്റത്ത് നിന്നാണ് ഞാൻ ഇന്നും ഈ സുവിശേഷം വിളിച്ചറിയിക്കുന്നത്. എന്റെ പ്രിയമുള്ളവർ, ഇവിടെ പറയുക, ഞങ്ങൾ അവന്റെ നക്ഷത്രം എവിടെ കണ്ടു? കിഴക്ക് കണ്ടു. എന്തിനാ ഈ കിഴക്ക് നിന്ന് ഒരു ഉദയം വരേണ്ട ആവശ്യം എന്താ? കിഴക്കിന് എന്താ ദൈവവചനത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത്? ഇവിടെ പറയുക, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അതിന് ചില കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അത് ഓരോന്നോരോന്നായിട്ട് വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ദൈവം അനുവദിച്ചാൽ ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ പറയുന്നതായിരിക്കും. കിഴക്കിന് ദൈവവചനത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കിഴക്കിന് അപ്പോൾ ഈ ഉദയത്തോടുള്ള ബന്ധത്തിൽ ഈ കിഴക്കും വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. കിഴക്കിനെ കുറിച്ചുള്ള ദൈവവചനത്തിലെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എല്ലാ വാക്യങ്ങളും ഇനി വായിക്കാനായിട്ട് സമയമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതൊന്ന് എടുത്താൽ മതി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഈ കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ കിഴക്കിനുള്ള ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് വസിക്കുവാൻ ഒരു തോട്ടമുണ്ടാക്കിയ സ്ഥലമാണ്. ആ തോട്ടത്തിന് 2 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു തോട്ടമായിരുന്നു. 2, ദൈവത്തിന്റെ സഖിത്വമുള്ള ഒരു തോട്ടമായിരുന്നു. അപ്പോൾ 2 പ്രത്യേകതയാണ്. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള തോട്ടം. 2, ദൈവത്തിന്റെ സഖിത്വമുള്ള തോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും സഖിത്വവുമുള്ള ഒരു പർദീസ, ഒരു തോട്ടം. ദൈവം അനന്തരം യഹോവയായിരിക്കുന്ന ദൈവം കിഴക്ക് ഏദനിൽ. അപ്പോൾ കിഴക്കിന് എന്തോ ഒരു പ്രാധാന്യമുള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ ചിന്തയിലൂടെയും എൻ്റെ ആലോചനയിലൂടെയും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവം എത്രാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കണമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ചിന്തയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ദൈവം ആരെ സൃഷ്ടിക്കണമായിരുന്നു? മനുഷ്യനെ സൃഷ്ടിക്കണമായിരുന്നു. 2-ാമത്തെ ദിവസം ദൈവം ബാക്കിയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ മനുഷ്യനെയും കൂടെ അടുത്ത് നിർത്തി അവന്റെ കാര്യങ്ങളും എല്ലാം ഒക്കെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ 6-ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാ അങ്ങനെ ദൈവം സൃഷ്ടിച്ചേ? എന്തെങ്കിലും ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഒരു ഉത്തരം വരുന്നുണ്ട്. ഞാനത് പറയാം. സമയം അവസാനിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. 7-ാമത്തെ ദിവസം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമായി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് സന്ധ്യയായി ഉഷസ്സുമായി അവൻ കണ്ണു തുറക്കുമ്പോൾ 7-ാമത്തെ ദിവസം. 7-ാം ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ശബത്തിന്റെ പ്രത്യേകത എന്താ? ദൈവത്തെ ആരാധിക്കുന്ന ദിവസം, ദൈവത്തെ കാണുന്ന ദിവസം, ദൈവത്തിന്റെ സഖിത്വം അനുഭവിക്കുന്ന ദിവസം, ദൈവത്തോടുകൂടെ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ദിവസം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി എന്ന് പറയുമ്പോൾ അവിടെ തോട്ടത്തിൽ വേല ചെയ്യാനും ആ തോട്ടം കാപ്പാനും ഒക്കെയാണ് ആക്കിയത്. പക്ഷെങ്കിൽ എന്റെ വേർഷനിൽ ഞാൻ ഇങ്ങനെ പറയുകയാണ്, മനുഷ്യ, നീ ആദ്യത്തെ ദിവസം ദൈവത്തെ ആരാധിച്ചിട്ട് നീ ബാക്കി 6 ദിവസം നീ പോയി എന്തോ ചെയ്യണം? വേല ചെയ്യണം, ജോലി ചെയ്യണം. നമ്മളൊക്കെ എങ്ങനെ? ഇവിടെയാണ് ദൈവിക സന്ദർശനത്തിന്റെ പ്രത്യേകത. ദൈവജനത്തിനുള്ള ദൈവത്തിന്റെ ദൂതിതാണ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താ? 6 ദിവസം വേല ചെയ്യാനോ അതോ ദൈവത്തെ ആരാധിക്കാനോ?
ദൈവത്തെ മഹത്വപ്പെടുത്താനോ? ദാവീദ് പറയുക, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവമേ നീയാ. നിന്നെ സ്നേഹിക്കുക എന്നുള്ളതാ, നിന്നെ ആരാധിക്കുക എന്നുള്ളതാ, നിന്നെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാ. ദൈവം ആദാമിനെ, ആദി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിന് തന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടിയാ. ഇന്നത്തെ സന്ദേശം എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോടുള്ളതാ. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും എത്രാമത്തെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തോ, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചോ. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സമാധാനമില്ല? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കേണ്ടതുപോലെ അല്ലെങ്കിൽ ഞാൻ ജീവിക്കേണ്ടതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല? എന്താണ് അതിന്റെ കാരണം? എന്താണ് എന്റെ ജീവിതത്തിൽ ഈ നിലയിലുള്ള ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുന്നതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് പിശാച് നമ്മളെ പരീക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അവൻ നമ്മളോട് വരുന്നു, അടുത്തു വരുന്നു? ചോദ്യം ഇവിടെയാ. നിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി ഈ മരുഭൂമിയിൽ നമ്മൾ വേല ചെയ്യുവാൻ, അധ്വാനിക്കുവാൻ, അങ്ങകലെയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയമുള്ളവർക്ക്, അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കാം. നമ്മൾ മാത്രമല്ല പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ എത്രയോ പേര് ഇതേപോലെ സ്വന്തം നാടും വീടും കുടുംബത്തെയൊക്കെ വിട്ട് എത്രയോ പേർ വിദേശങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയവരുണ്ട്. അവരെല്ലാം ദൈവം മാനിച്ചതിന്റെ കാര്യം, അവരെല്ലാം ദൈവം ഉയർത്തിയതിന്റെ കാരണം, അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചതിന്റെ കാരണം അവർക്ക് ജോലി ഉണ്ടായിരുന്നു, അവർക്ക് ഉദ്യോഗം ഉണ്ടായിരുന്നു, അവർക്ക് സമ്പത്ത് ആവശ്യമായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ എല്ലാം ഹൃദയത്തിൽ അവർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരായിരുന്നു. അവരെല്ലാം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ളവരെ ദൈവം മാനിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ സന്ദർശനം ഇവിടെ ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എന്റെ കാതുകളിൽ, എന്റെ കണ്ണുപടങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്, ദൈവം എന്നെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെയുള്ള സ്ഥലം സഭകളെയൊക്കെ ഓർക്കുമ്പോൾ. എത്ര ജോലി ചെയ്ത്, എത്ര കഷ്ടപ്പെട്ട് പലരും, ഞാൻ വിദേശത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. ദൈവവചനമൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. പലരും ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള നഴ്സസ് ധരിക്കുന്ന ആ യൂണിഫോം ധരിച്ച് വരാറുണ്ട്. കാരണം അവര് നേരെ ഓടുകയാ ജോലി സ്ഥലത്തേക്ക്. എന്നാലും അവർ കർത്താവിനെ ആരാധിക്കാനുള്ള ആ ഒരു സ്നേഹം, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം അവർ കൊടുക്കുവാൻ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ദൈവത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം. യെശയ്യാ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിച്ചേ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 43:7. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. 3 വാക്കുകൾ ഒന്നെടുത്ത് കാണിക്കാൻ വേണ്ടി ഞാനത് വായിപ്പിക്കുക. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക. മതി. അവിടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്, മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയതിന് 3 പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ഞാൻ മനുഷ്യനെ നിർമ്മിച്ചു, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കി. ഈ 3 പദവും മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ഞാൻ മനുഷ്യനെ നിർമ്മിച്ചു, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കി. ക്രിയേറ്റഡ് മാൻ എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. 2, മെയ്ഡ് ഔട്ട് ഓഫ് സംതിങ്, ഞാൻ മനുഷ്യനെ നിർമ്മിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു, ഉണ്ടാക്കി. 3ാമത് പറഞ്ഞിരിക്കുന്നത് ഞാൻ മനുഷ്യനെ ഫോം ചെയ്തു. ഞാൻ മനുഷ്യനെ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഒരു കവി ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ കരപല്ലവങ്ങളാൽ വിരചിതങ്ങളായിരിക്കുന്ന കാവ്യ കുസുമങ്ങളാണ് മാനവജാതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഉണ്ടാക്കി, നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഞാൻ നിർമ്മിച്ച മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മളത് കാണുന്നുണ്ട്. പക്ഷെങ്കിൽ മലയാളത്തിൽ വരുമ്പോൾ സൃഷ്ടിച്ചു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം മനുഷ്യനെ ഫോം ചെയ്തു. അത് ആദാമിനോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്, ഹവ്വയോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഫോംഡ്, നിർമ്മിച്ചു എന്നുള്ള പദത്തിന്റെ അർത്ഥം ഇതാണ്: അവനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുക? സൃഷ്ടിച്ചിരിക്കുക. ആദാമിനെയും ഹവ്വയെയും അല്ല, മനുഷ്യനെ ദൈവം നിർമ്മിച്ചതിന്റെ, സൃഷ്ടിച്ചതിന്റെ, ഉണ്ടാക്കിയതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ന് ദൈവസഭയോട്, എന്നെ കേൾക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഒരു ചോദ്യം: ദൈവം നിങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട്, അവന്റെ കൈപ്പണിയായി, എഫേസ്യലേഖനം 2:10 വായിക്കുന്നത് പോലെ നാം അവന്റെ കൈപ്പണിയായി നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരു ചോദ്യം: നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പത്രോസ് പറയുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, നിങ്ങൾ ദൈവജനമാ, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ദൈവത്തിന് പ്രിയരാ. പക്ഷേ പത്രോസിന്റെ ചോദ്യം: നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി. ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും? നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോകരുതേ. ഇത് പ്രസംഗിക്കാൻ ഒരുപക്ഷെങ്കിൽ ഏറെനാൾ കാണണമെന്നില്ല. ഇതേപോലുള്ള പ്രസംഗങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ കേൾക്കാൻ സാധ്യത ഒരുപക്ഷെങ്കിൽ ഇല്ലായിരിക്കാം. എന്നാൽ പിന്നെയും ദൈവം നമ്മളെ സന്ദർശിച്ച്, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനകാലം തിരിച്ചറിയണം. പക്ഷേ ദൈവം മനുഷ്യനെ ആ ഏദൻ തോട്ടത്തിലാക്കി. എത്ര ദിവസം ആ ഏദൻ തോട്ടത്തിൽ കഴിയാൻ പറ്റി? ദൈവത്തിന്റെ ഇഷ്ടം സാധൂകരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ആഗ്രഹം സബലീകരിച്ചുകൊണ്ട് എത്ര നാൾ അവിടെ കഴിയാൻ പറ്റിയില്ല. എത്രയും വേഗം അവൻ അവിടുന്ന് പുറത്തു പോകേണ്ടതായിട്ട് വന്നു. അവൻ അവിടെ തുടരാമായിരുന്നു. പക്ഷെങ്കിൽ ഒരേ ഒരു കാരണം, അവൻ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവം സന്ദർശിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കൽപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ പ്രതികരണം എന്ന് പറയുന്നത് അനുസരണക്കേട്. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം നമ്മൾ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം പ്രതികാരം കൊടുക്കാൻ പോകുന്നത് ആർക്കാന്നറിയാമോ? സുവിശേഷം കേൾക്കാത്തവർക്കല്ല, പിന്നെ സുവിശേഷം അനുസരിക്കാത്തവർക്ക്. ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവർക്ക്. സുവിശേഷം നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷം അനുസരിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം അനുസരിക്കണം. അനുസരണക്കേട് കാണിക്കരുത്. അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മൾ എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? പലപ്പോഴും ദൈവവചനം വായിക്കാത്തതിന്റെ കാരണം, പലപ്പോഴും ഇതേപോലെയുള്ള സുവിശേഷ യോഗങ്ങൾക്ക് പോകാത്തതിന്റെ കാരണം, പലപ്പോഴും ദൈവവചനം ഏതെങ്കിലും മീഡിയയിലൂടെ കേൾക്കാൻ പറ്റാത്തതിന്റെ, മനസ്സില്ലാത്തതിന്റെ കാരണം, നമ്മൾ പലപ്പോഴും പല കോമഡികളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇയർഫോണൊക്കെ വെച്ച് എത്ര ആസ്വദിച്ച് കേൾക്കും. ഇങ്ങനെ തോണ്ടി വിടും. ഇടയ്ക്ക് ഒരു ദൈവത്തിന്റെ വചനം ഇങ്ങോട്ട് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ മറിച്ച് കളഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകും. എന്താ കാരണം? നമുക്കറിയാം ഇതെന്നോട് സംസാരിക്കും. ഇതൊരു പക്ഷെങ്കിൽ എനിക്കുള്ള ദൂതായിരിക്കാം. ഒരു പക്ഷെങ്കിൽ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതൊരു പക്ഷെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത വഴിയായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ സന്ദർശനകാലം നാം അറിയാതെ പോകരുത്. ദൈവം ഏദനിൽ കിഴക്കൊരു തോട്ടമുണ്ടാക്കി. ഇനിയും ഏദന്റെ 3-ാം അധ്യായത്തിന്റെ 24, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഏദന് കിഴക്ക് എന്തുണ്ടായിരുന്നു? ഒരു വാതിലുണ്ടായിരുന്നു. ആ
അവിടെ ഒരു കാവലുണ്ടായിരുന്നു. ഇവർ അനുസരണം കേട് കാണിച്ചു, ഇവര് പാപം ചെയ്തു, ദൈവം അവരെ ഇറക്കി വിട്ടു എന്ന് വായിക്കുന്നുണ്ട്. എങ്ങോട്ട് ഇറക്കി വിട്ടു? ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളുടെ മതി, അത്രയും മതി. ഏദൻ തോട്ടത്തിന് കിഴക്ക് ഒരു വാതിലുണ്ടായിരുന്നു. അവനെ എങ്ങോട്ട് ഇറക്കി വിട്ടു? കിഴക്കോട്ട് ഇറക്കി വിട്ടു. അപ്പോൾ കിഴക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലം, ദൈവത്തിന്റെ സഹിത്വമുണ്ടായിരുന്ന സ്ഥലം, ദൈവം സംസാരിക്കുന്ന സ്ഥലം, വെയിലാറുമ്പോൾ വൈകുന്നേരത്ത് ദൈവം ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്ന സ്ഥലം, അതേ സ്ഥലത്ത് പിശാച് വന്ന് അവനോട് സംസാരിച്ചു, അനുസരണക്കേട് കാണിച്ചു. ഇതാ അവൻ കിഴക്ക് നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? കിഴക്ക് നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. കിഴക്ക് നിന്നും അവൻ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ദൈവവചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. കിഴക്ക് നിന്നും അനുസരണക്കേടിലേക്ക് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വിചാരിക്കും, എന്തിനാ ഇവനെ ഇറക്കി കളഞ്ഞേ, എന്തിനാ കിഴക്കൊരു വാതിലുണ്ടാക്കിയേ? ഒറ്റ കാരണമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. അത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. നമ്മൾ വിചാരിക്കും ദൈവത്തിന്റെ കോപമായിരിക്കാമെന്ന്. അല്ല, എന്റെ വേർഷൻ എങ്ങനല്ല, ദൈവത്തിന്റെ കോപമല്ല, അത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. 2, ദൈവത്തിന്റെ കരുതലായിരുന്നു. 3, ദൈവത്തിന്റെ സംരക്ഷണമായിരുന്നു. എന്താണെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി കൈനീട്ടി അത് പറിച്ച് അത് തിന്ന് അവൻ എന്ത് ചെയ്യും? എന്നേക്കും ജീവിക്കും. എങ്ങനെ ജീവിക്കും? ഈ പാപത്തിൽ ജീവിക്കും. അവൻ ഈ പാപത്തിൽ ജീവിക്കും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവം അവനെ ആ തോട്ടത്തിൽ നിന്നും ഇറക്കിക്കളഞ്ഞു. അവൻ കിഴക്കോട്ട് പോയി. ഇനി നോക്കിയേ 4:16, ഉൽപ്പത്തി 4:16. ഏദന് കിഴക്ക് അവിടെ ഒരു ദേശമുണ്ടായിരുന്നു. ആ ദേശത്തിന്റെ പേരാണ് എന്ത്? നോദ് ദേശം. അവൻ എന്തുകൊണ്ടാ അവൻ പിന്നെയും കിഴക്കോട്ട് പോകാനായിട്ടുള്ള കാരണം എന്താണ്? അവൻ ഏദന്റെ കിഴക്കുള്ള വാതിൽ വഴിയായിട്ട് ആദമും ഹവ്വയും പുറപ്പെട്ടു. അവർക്ക് മക്കളുണ്ടായി. കയീൻ ഹാബേലിനെ കൊന്നു. കയീൻ പിന്നെയും യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ട്? കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. കയീൻ പിന്നെയും കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. അവൻ കിഴക്കോട്ട് യാത്ര ചെയ്യാനുള്ള കാരണം എന്താണ്? അവന്റെ അനുജനെ അവൻ കൊന്നു. എന്താണ് കാരണം? എന്റെ ആരാധന സ്വീകരിച്ചില്ല, പിന്നെ അനുജന്റെ ആരാധന സ്വീകരിച്ചു. എന്താണ് അവന്റെ ജീവിതത്തിലെ കുഴപ്പം? എന്തായിരുന്നു? 1, അവന്റെ ജീവിതത്തിൽ അവന്റെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ദേഷ്യം അവൻ ആരോട് തീർത്തു? ദൈവത്തോടുള്ള ദേഷ്യം ആരോട് തീർത്തു? സഹോദരനോട് തീർത്തു. അവന്റെ സഹോദരനോട് തീർത്തു. ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? അതെ, നീയാണ് കാവൽക്കാരൻ. പക്ഷെങ്കിൽ അവൻ പിന്നെയും അവൻ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെയും ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ പറയുക, ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും. അതുകൊണ്ട് അവന്റെ മേൽ ഒരു അടയാളം വെച്ചു, ആരും അവനെ കൊല്ലാതിരിക്കുവാൻ. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയായി തീരുകയാണ്. അവൻ പാപത്തിന്റെ പരിണത ഫലങ്ങളിലൂടെ അവൻ യാത്ര ചെയ്യുകയാണ്. അവൻ ഇരുളിലും മരണനിഴലിലും യാത്ര ചെയ്യുകയാണ്. ആ ദൈവം അവനെ വിടുന്നില്ല, അവന്റെ പുറകെ പോവുക. പിന്നെയും അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ജലപ്രളയശേഷം ജനം ഒരു ജലപ്രളയം ഉണ്ടായി. ജലപ്രളയത്തിന് ശേഷം പിന്നെയും ജനം യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ മനുഷ്യൻ യാത്ര ചെയ്ത് അവർ എങ്ങോട്ട് പോയി? ജലപ്രളയ ശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവർ പിന്നെ എങ്ങോട്ടാ പോന്നേ? എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സിനാർ ദേശത്ത് എന്നു. അവിടെ ചെന്നപ്പോൾ അവരൊരു വലിയ മാളിക പണിയാനായിട്ട് പോയി. ആ ഗോപുരത്തിന്റെ പേരാണ് എന്ത്? ബാബേൽ ഗോപുരം. അതിന് ഏതാണ്ട് 7 നില വരെ അവര് പണിഞ്ഞു എന്നാ പറയുന്നത്. 7 ഗ്രഹങ്ങൾ, 7 നിറം, 7 ദൈവങ്ങൾ എന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം അവരെ ന്യായം വിധിച്ചു. ഇനിയും ന്യായം വിധിച്ചാൽ, ഇനിയും ഒരു ജലപ്രളയം വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും രക്ഷ നേടണം. പക്ഷെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള വഴി ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി. മനുഷ്യൻ അവരുടേതായിട്ടുള്ള വഴിയിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ദൈവം അവരെ ന്യായം വിധിച്ചു. ശേം, ഹാം, യാഫേത്ത്, അവർ 3
3 ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു കൂട്ടര്, സേമിന്റെ കൂട്ടര് ഏഷ്യയിൽ വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹാമിന്റെ കൂട്ടര് ആഫ്രിക്കയിൽ വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യാഫേത്തിന്റെ കൂട്ടര് യൂറോപ്പിൽ വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്നേഹം പിന്നെയും അവരിലേക്ക് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8, 9, 10 3 പേർ രക്ഷിക്കപ്പെടുന്നു. 3 പേരുടെ പേര് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് അപ്പോസ്തലനായ പൗലോസ്. ശൗല്. ഏഷ്യയിൽ നിന്നും ഒരു മനുഷ്യൻ വരുന്നു. സുവിശേഷം അവരുടെ അടുക്കിലേക്ക് എത്തുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് എത്തുകയാണ്. കിഴക്കോട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, അവൻ മതത്തിന്റെ വക്താവായിട്ട് മാറി. മതത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്ന ഒരു മനുഷ്യൻ ശൗൽ. അവനെ രക്ഷിക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ഇതാ തീർത്ഥാടനം ചെയ്ത് പുണ്യം ചെയ്ത് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഷണ്ണൻ, അവനോടും സുവിശേഷം അറിയിച്ചു. അവനും രക്ഷയിലേക്ക് വരാനായിട്ടിടയായി തീർന്നു. 3 കൊർന്നല്യോസ്. പ്രാർത്ഥനയും ധർമ്മവും അതെല്ലാം ദൈവസന്നിധിയിലെത്തി. പക്ഷെ എന്നാലും ദൈവത്തിന്റെ ആഗ്രഹം, അവൻ ദൈവീക സന്ദർശനത്തിന് വിധേയനാകണം, ദൈവപുത്രനെ സ്വീകരിക്കണം. ദൈവപുത്രനെ സ്വീകരിക്കാതെ ശൗല് ചോദിക്കുകയാണ്. ദൈവം ചോദിച്ചു, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവന്റെ മറുപടി, നീ ആരാ കർത്താവേ? ഇപ്പൊ പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാകുന്നു ഞാൻ. മറുപടി, ഞാൻ എന്ത് ചെയ്യണം? സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ ആരുണ്ട്? സന്ദർശനത്തോട് പ്രതികരിക്കുവാൻ ആരുണ്ട്? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെയും ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം, ലോത്ത് പിന്നെയും യാത്ര ചെയ്തു കിഴക്കോട്ട്. ലോത്ത് പോയ ദേശം സോദോം ഗോമോറ. സോദോം ഗോമോറ എന്ന് പറയുന്നത് ഹെബ്രോന് നേരെ എതിരാണ്. ദൈവിക കൂട്ടായ്മയ്ക്ക് നേരെ എതിരായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ ഇന്ന് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2, അബ്രഹാമിൽ നിന്നും അവൻ യാത്ര ആരംഭിച്ചു. ദൈവം തെരഞ്ഞെടുത്ത, ദൈവം വിളിച്ച ദൈവത്തിന്റെ മക്കളിൽ നിന്നും അവൻ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൂട്ടായ്മ വേണ്ട, ദൈവത്തിന്റെ ആരാധന വേണ്ട, ദൈവമക്കളുമായിട്ടുള്ള സഹകരണവും സഖിത്വവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോവുകയാണ്. ലോത്ത് പോയ സ്ഥലം സമ്പത്ത് വർദ്ധിച്ചതിന്റെ അഹംഭാവത്തിൽ അവൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ദൈവം അവനെ സന്ദർശിച്ചില്ലേ പ്രിയമുള്ളവരെ? അവൻ യാത്ര ചെയ്ത് അവൻ യോർദാന്റെ അരികോളം ചെന്നു. യോർദാൻ മരണം. ലോത്ത് യാത്ര ചെയ്ത് യോർദാന്റെ പ്രദേശത്തേക്ക് അവൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ വിട്ട് നമ്മൾ യാത്ര ചെയ്യരുത്. ഇവിടെ ഇതാ, അത് ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത രാത്രിയിൽ ഞാൻ അത് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. 3 വിദ്വാൻമാർ, അവർ പറഞ്ഞ വാക്കിതാണ്, ഞങ്ങളവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഉയരത്തിൽ നിന്നുള്ള ഉദയം കിഴക്കുതിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, അനുസരണക്കേടിൽ തുടങ്ങി മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് വിരുദ്ധമായിട്ട് ദൈവത്തിൽ നിന്നും ഓടിയകന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നകന്നു പോകുന്ന മനുഷ്യർ. ഇന്നെന്നെ കേൾക്കുന്നവരിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവസന്നിധി വേണ്ട എന്ന് പറഞ്ഞ്, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും അകന്നു പോകുന്നെങ്കിൽ എന്ത് രാത്രി നിങ്ങൾ മടങ്ങി വരണം പ്രിയമുള്ളവരെ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അതിന്റെ എല്ലാ കാര്യങ്ങളും മോശയോട് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞു, നീ അതിന് ഒരു വാതിൽ വെക്കണം. ആ വാതിൽ എവിടെ ആയിരിക്കണം? വചനം പഠിക്കുന്നവരല്ലേ നമ്മൾ? എല്ലാം കിഴക്കെന്ന് പറ, എല്ലാം കിഴക്ക. ആ വാതിൽ എവിടെ ആയിരിക്കണം? കിഴക്കായിരിക്കണം. കാരണം എന്തേ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ ആ യാഗപീഠം അതെപ്പോഴും അതിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്നൊരു വാതിലുണ്ട്. വാതിൽ വിശാലമാണ്. ഒരേ ഒരു വാതിലേ ഉള്ളൂ. അതെപ്പോഴും 24 hours അത് തുറന്നു കിടക്കുകയാണ്. കിഴക്കോട്ട് യാത്ര ചെയ്ത മനുഷ്യർ മടങ്ങി വരണം. ആ യാഗപീഠത്തെങ്കിലേക്ക് മടങ്ങി വരണം. ഒരേ ഒരു വാതിൽ, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരേ ഒരു കർത്താവ്. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും
രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു കർത്താവ്, ഒരേ ഒരു ഉദയം, ഒരേ ഒരു സന്ദർശനം, അത് സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, സുവിശേഷം നിങ്ങളെ കർത്താവിങ്കലേക്ക് എത്തിക്കും. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ആർദ്രകരുണയാൽ ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ നമ്മൾക്ക് തയ്യാറാണ്. നമ്മൾ തയ്യാറായിരിക്കണം. ഈ രാത്രിയിൽ ഈ ദൈവജനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. കർത്താവിന്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.